ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ ശ്രീലങ്കയിലെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. 2019 ശ്രീലങ്കയിൽ ഒരു ചർച്ചിൽ ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നില്ലേ. അപ്പം ഞാൻ അവിടെ ആ ചർച്ച് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവിടെ സെക്യൂരിറ്റി നല്ല രീതിക്കുണ്ട്. നമ്മളെ ഫുൾ ചെക്ക് ചെയ്തിട്ടേക്ക് ഇവർ അകത്തോട്ട് കയറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അതിനകത്തുള്ള കാഴ്ചകൾ കാണാം. നമ്മളിങ്ങനെ കയറി വരുമ്പോൾ തന്നെ സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു കുഞ്ഞ് ഗ്രോട്ടോ കണക്കുണ്ട്. അതിനടുത്തായിട്ട് കണ്ടോ അക്വേറിയം. ഇത് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന മണിയും കണ്ടോ. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മണിയായത്. ഇതിപ്പം ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടാ പള്ളി. ഈ ചർച്ചിൽ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു 2019 ഒരു ഏപ്രിൽ 21 ഈസ്റ്റർ നൈറ്റ് മാസ് നടക്കുന്ന സമയത്തായിരുന്നു. 8 സ്ഥലങ്ങളിലായിരുന്നു ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നത് ശ്രീലങ്കയിൽ. അതിലൊരു ചർച്ചാണിത്. വേറെ 2 ചർച്ചും പിന്നെ 3 ഹോട്ടൽസിലും ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 3 ചർച്ചും 3 ഹോട്ടൽസുമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, കൊളംബോ ബീച്ചിൽ. അപ്പോൾ അതിനടുത്തോട്ടേക്ക് ഇരിക്കുന്ന ഹോട്ടൽസിലൊക്കെ ആയിരുന്നു ഈ ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് ഇപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി. ഇവിടെയും നല്ല സെക്യൂരിറ്റി ഉണ്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യം, ഒന്നും അറിയാത്ത ഈ പാവങ്ങളുടെ ജീവൻ എന്തിനാണ് എടുക്കുന്നതെന്ന്. 300 ആൾക്കാരുടെ ജീവനാണ് അന്ന് ഒറ്റ രാത്രി കൊണ്ട് നഷ്ടമായത്. അപ്പം ഈ ചർച്ചിലൊക്കെ പോകുമ്പോഴത്തേനും അതൊക്കെയാണ് നമുക്ക് ഓർമ്മ വരിക. നമ്മൾ ന്യൂസിലൊക്കെ അന്ന് കണ്ടതാണല്ലോ ഇതൊക്കെ. ഈ ചർച്ചിന്റെ പേര് സെന്റ് അന്തോണീസ് ഷ്രൈൻ എന്നാണ്. ഇതിനെ സിംഹള ലാംഗ്വേജിൽ സാന്റ അന്റോണി സിദ്ധസ്ഥനായ എന്നാ പറയുന്നത്. ഇത് റോമൻ കാത്തലിക് ചർച്ചാണ്. കൊളംബോയിലെ കൊച്ചിച്ചിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ചർച്ച ഉള്ളത്. ഇവിടെ നമ്മുടെ അന്തോണീസ് പുണ്യാളന്റെ തിരുശേഷിപ്പുണ്ട്. പുണ്യാളന്റെ നാക്കിന്റെ ഒരു കുഞ്ഞു പീസസ് ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊന്തയും കുഞ്ഞു കുഞ്ഞു രൂപങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ സിൽവർ കൊന്ത ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട്. ഇതിന് 1750 രൂപയാണ്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. ഈ തടിക്കൊന്തയ്ക്ക് 450 രൂപ. ഇത് ഒരെണ്ണം മേടിക്കുന്നുണ്ട്, ഇതും മേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ചൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് കൊന്തയൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങുവാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ഒരു കാംഫുൾ ഫീലിംഗ് ആണ് തിരിക്കുമ്പോൾ. ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നതായിട്ടുള്ള ഒരു ഇതുമില്ല, എല്ലാം അവർ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ പോകണം. ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ അല്ലേ, അപ്പം നമുക്ക് ഇനി എയർപോർട്ടിൽ പോകാം. ഇത് ഡോഡോൾ എന്ന് പറയുന്നൊരു ശ്രീലങ്ക സ്വീറ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഹൽവ ഇല്ലേ, അതേ കണക്കാണ്. ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ ഹൽവ തന്നെ. അതുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ ഈ ബ്രൗൺ കളർ ഹൽവയും കിണ്ണത്തപ്പം കൂടെ ചേർന്ന് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേ ടേസ്റ്റ്. ശ്രീലങ്കയിൽ നമ്മൾ എയർപോർട്ടിൽ പോയതിനു ശേഷം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ലേറ്റായി. ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് പെട്ടെന്ന് ഞങ്ങളെ കൊണ്ട് എയർപോർട്ടിലാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിന് ഒരു അരമണിക്കൂർ മുമ്പാണ് ഞാൻ അവിടെ എയർപോർട്ടിൽ എത്തിയത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കുമായിരുന്നു റിട്ടേൺ വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെന്നൈയിൽ ലേ ഓവർ ഉണ്ടായിരുന്നു. 18 മണിക്കൂറാണ് എനിക്ക് ലേ ഓവർ ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെ 6:30 അങ്ങനെ എങ്ങാണ്ടായിരുന്നു എനിക്ക് റിട്ടേൺ സിംഗപ്പൂരിലോട്ട് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും സമയം ഞാൻ എയർപോർട്ടിൽ കഷ്ടപ്പെട്ട് ചിലവഴിക്കുമായിരുന്നു. എയർപോർട്ടിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സേഫ്റ്റിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷേ സഹിക്കാൻ പറ്റാത്ത എന്താ വെച്ചാൽ അവിടുത്തെ തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഒരു ബുദ്ധിമുട്ട്. അല്ലാണ്ട് സുഖമാണ്. പിന്നെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാനുള്ള ഇതൊന്നുമില്ലല്ലോ. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട്. കാരണം രാത്രി നമുക്ക് എന്തായാലും ഉറക്കം വരും. അപ്പോൾ ഇരുന്നുറങ്ങാൻ മാത്രമേ നമുക്ക് പറ്റുള്ളായിരുന്നു. പിന്നെ റിട്ടേൺ രാവിലെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ 4 മണിക്കൂർ യാത്ര. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ശ്രീലങ്കയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ, അതായത് എത്ര രൂപയായി, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ അതുവരേക്കും ടാറ്റാ.